ചർമ്മത്തിലെ കരുവാളിപ്പ് മാറ്റി സ്കിൻ നല്ല ഗ്ലോ ആകാനും അതോടൊപ്പം തന്നെ തടി കുറയ്ക്കാനും കൂടുതൽ പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും അടങ്ങിയ റാഗി സ്മൂത്തി ഒട്ടും പഞ്ചസാരയോ പാലോ ഇല്ലാതെ തയ്യാറാക്കാം. ഞാൻ ഇവിടെ 2 സ്പൂൺ റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് സ്പൗട്ടഡ് റാഗി പൗഡറാണ്. ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നമ്മൾക്ക് ഒന്ന് കുറുക്കിയെടുക്കണം. പെട്ടെന്നൊന്നും കട്ടയാകാൻ പാടില്ല, എന്നാൽ നമ്മൾക്ക് ഈ റാഗി നല്ലതുപോലെ കുക്കാകുകയും വേണം. അതുകൊണ്ട് തന്നെ നമ്മളിത് കൈയെടുക്കാതെ നല്ലതുപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുക. ചർമ്മത്തെ തിളക്കമുള്ളതാക്കാനും അതുപോലെ തന്നെ ചെറുപ്പം നിലനിർത്താനും നമ്മളിതിലേക്ക് 2 സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് റാഗി ഒന്ന് കുറുകി വരുന്നുണ്ട്. നമ്മൾക്കിത് നല്ലതുപോലെ കുക്കാകണം കേട്ടോ. കുക്കാകാതെ കഴിച്ചാൽ നമ്മൾക്ക് വയറിന് പ്രോബ്ലംസൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ കുക്കാകുകയും പെട്ടെന്ന് കട്ട പിടിക്കാണ്ടിരിക്കുകയും ചെയ്യും. ഈ ഒരളവിൽ ഏകദേശം നമ്മളുടെ റാഗി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് തണുപ്പിച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കാകും. അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്ന് ഇനി കുറുക്കിയെടുക്കുന്നില്ല. നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുപ്പിച്ചെടുക്കാം. കണ്ണിനും ചർമ്മത്തിനും ഏറെ ആവശ്യമുള്ള വൈറ്റമിൻ എ കൂടുതലുള്ള സ്വീറ്റ് പൊട്ടാറ്റോ ഇത് നമ്മൾക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഈ റാഗിയും സ്വീറ്റ് പൊട്ടറ്റോയും ചേർന്ന സ്മൂത്തിയിൽ ഫൈബർ കൂടുതലായതിനാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിശക്കാതെയും ഇരിക്കാം. അതുകൊണ്ട് തന്നെ ഇത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറെ നല്ലത്. നമ്മളിതാ സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മളെ റാഗി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നേ. റാഗിയിലെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ഹണിയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനും കൂടിയാണ്. ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. അയൺ ധാരാളമുള്ളതിനാൽ വിളർച്ച തടഞ്ഞ് ചർമ്മത്തിന് നിറവും ഭംഗിയും വർദ്ധിപ്പിക്കാൻ 2 ഡേറ്റ്സ് ഒന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് ചേർക്കുന്നത്. രക്തം ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം തന്നെ ശരീരത്തിന് സ്വാഭാവികമായ തിളക്കം നൽകാനും ഒരു ബീറ്റ്റൂട്ടാണ് ഒന്ന് ബോയിൽ ചെയ്ത് ചേർത്തിരിക്കുന്നത്. ഇത് ചെറിയ ബീറ്റ്റൂട്ടാണ്. നിങ്ങൾ വലുതെടുക്കുകയാണെങ്കിൽ ഒരു പകുതി എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോയും നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. 1 കപ്പ് സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ നല്ലതുപോലെ കഴുകിയതുകൊണ്ടാണ് ഞാൻ തൊലിയോടുകൂടി യൂസ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും അതുപോലെ തന്നെ ഫൈബറും കൂടുതലാണ്. ഇത് നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ്. നമ്മളുടെ സ്കിന്നിലെ വരൾച്ച മാറ്റി ഈർപ്പം നിലനിർത്താനും സ്കിന്ന് നല്ല തിളക്കമുള്ളതാക്കാനും 1 സ്പൂണ് ചിയാ സീഡാണ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് ചേർക്കുന്നത്. വൈറ്റമിൻ സി ഏറെ ഉള്ളതിനാൽ കൊളാജൻ ഉൽപ്പാദനം കൂട്ടി ചർമ്മത്തിന് തിളക്കം നൽകാനും ചെറുപ്പം നിലനിർത്താനും പകുതി നെല്ലിക്ക. കറുത്ത പാടുകളും ടാനും മാറ്റി സ്കിൻ നല്ല ഗ്ലോ ആക്കാനും രോഗപ്രതിരോധത്തിനും ചെറിയൊരു കഷ്ണം പച്ചമഞ്ഞളും. മഞ്ഞളിലെ ഗുണങ്ങൾ പൂർണ്ണമായും ആഗിരണം ചെയ്യാനും നല്ല ദഹനത്തിനും 2-3 പെപ്പർ കോൺസും 1.5 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇതുപോലെ സ്മൂത്തിയാക്കി അരച്ചെടുക്കാം. പച്ചമഞ്ഞൾ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. വയറ് നിറയ്ക്കാനും തടി കുറയ്ക്കാനും സ്കിൻ നല്ല ഗ്ലോ ആക്കാനും കറുത്ത പാടുകൾ മാറ്റി ചർമ്മം നല്ല തിളക്കമുള്ളതാക്കാനും ഈ ഒരു റാഗി സ്മൂത്തി ട്രൈ ചെയ്യാവുന്നതാണ്. ചെറിയൊരു മധുരവും പെപ്പറിൻ്റെ ചെറിയ ടേസ്റ്റും ഉണ്ട്. ഒരുപാട് പൈസ മുടക്കാതെ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റാഗി സ്മൂത്തിയാണ്. മുഖം തിളങ്ങാനും നമ്മളുടെ അമിതവണ്ണം കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും ഇത് ധൈര്യമായിട്ട് കുടിക്കാം. മധുരക്കിഴങ്ങിന് നമ്മളുടെ ബീറ്റ്റൂട്ടിനും ഒക്കെ ചെറുതായിട്ടൊരു മധുരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 ഡേറ്റ്സ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 ഡേറ്റ്സും കൂടെ ചേർക്കാവുന്നതാണ്. പക്ഷേ കലോറി കൂടും, അതും കൂടെ ശ്രദ്ധിക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.